പറയാം, നമ്മൾ ഗിന്നസ് റെക്കോർഡിന് അറ്റംപ്റ്റ് ചെയ്യാണല്ലോ. അതെ 12,000 ഡാൻസേഴ്സ് ഒന്നിച്ച് അണിനിരക്കാൻ പോകുന്നു. അപ്പം അതിൻ്റെ ഇപ്പോൾ ഒരു 6-8 മാസത്തോളമായിട്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങളിലാണ്. എല്ലാവരും ലോകത്തിൻ്റെ പല സ്ഥലത്തു നിന്നായിട്ട് എല്ലായിടത്തുനിന്നും ഈ മൃദംഗനാഥത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ മ്യൂസിക് കൈതപ്രം സാറാണ് അതിൻ്റെ അനൂപ്ജിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഗാനത്തിന് നൃത്തം ചിട്ടപ്പെടുത്തി അത് എല്ലാവർക്കും രജിസ്റ്റർ ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഗുരുക്കന്മാർ വഴി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോവാണ് 29th ഡിസംബറിന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഒരു ഓൾമോസ്റ്റ് 30 ഡേയ്സേ ഉള്ളൂ. ഈ 12,000 പേരിൽ എല്ലാവരും കേരളത്തിൽ നിന്ന് നർത്തകിമാരാണ്? ഗ്ലോബലാണ്. എല്ലായിടത്തും സ്ത്രീ പുരുഷന്മാരെ എല്ലാവരും ഭരതനാട്യം നർത്തകരാണ്. ഭരതനാട്യം ഇത്രയും നർത്തകർ ഒന്നിച്ച് ഒരേ സമയം ഒരേ കോറിയോഗ്രാഫി ചെയ്യുന്നു. അപ്പോൾ അത് മൃദംഗനാഥം എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് വളരെ പ്രീമിയമായിട്ടുള്ള ഒരു മാഗസിനാണ് മൃദംഗ വിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിഷനാണ് ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത്, കേരളത്തിനൊരു ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ വരവ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടട്ടെ. താങ്ക് യു. വൈക്കത്ത് അഷ്ടമിക്ക് പരിപാടിയുണ്ട് 22-ാം തീയതി. എവിടെയാണ്? വൈക്കത്ത് അഷ്ടമി. എല്ലാവരും സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായി. കുറേ നാളായല്ലോ മലയാള സിനിമയിൽ നിന്ന്. അതെ ഇപ്പം അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നു. അവിടെ നൃത്തവിദ്യാലയം ഇപ്പോൾ ഞങ്ങൾ 21ാം വാർഷികം ആഘോഷിച്ചു. അവിടുത്തെ ഉണ്ട് നൃത്തവിദ്യാലയം, ശ്രീപാദം പെർഫോമിംഗ് ആർട്സുമാണ്. ഇനി മലയാള സിനിമയിലേക്ക് ഒരു വരവുണ്ടാവും? നോക്കാം അത് അതിൻ്റെ സമയം പോലെ അത് നടക്കണം. നല്ല കഥാപാത്രങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? നോക്കാം. അവസാനം അഭിനയിച്ചത് സിനിമയായിരുന്നു? ഞാൻ അവസാനം അഭിനയിച്ചത് മലയാളമല്ല, തെലുങ്കിലാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ഓർത്തിരിക്കുമ്പോൾ മലയാള സിനിമയിൽ അഭിനയിച്ച കാലഘട്ടമൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് തോന്നുന്നത്? സന്തോഷം തന്നെ, സ്നേഹം. സോഷ്യൽ മീഡിയ വഴി എനിക്ക് മെസ്സേജസ് ഒക്കെ കിട്ടാറുണ്ടല്ല. എന്തൊക്കെയാണ് പറയാറ്? ഇങ്ങനെ ഓർക്കുന്നു, കാണുന്നു. ചിലപ്പോൾ പാട്ടുകൾ വരുമ്പോൾ അവർ അയച്ചു തരും, ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. സ്നേഹം തന്നെ. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരോടും പറയുമല്ലോ. നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു ഇവൻറ്റും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നും എല്ലാവരെയും കാണുന്നുണ്ട്. ഇപ്പോൾ ശരി, താങ്ക് യു.